കേരളത്തിലെ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ തൊഴിൽ സ്വപ്നങ്ങളെ ആശങ്കയിലാഴ്ത്തിയ PSC പരീക്ഷാ ക്രമക്കേടുകളിൽ ഇപ്പോൾ അതിനിർണായകമായ വഴിത്തിരിവാണ് സംഭവിച്ചിരിക്കുന്നത്. പരീക്ഷാ നടത്തിപ്പിലെയും മൂല്യനിർണ്ണയത്തിലെയും ഗുരുതരമായ അട്ടിമറികളെക്കുറിച്ച് അന്വേഷിക്കാൻ ഒടുവിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ അഥവാ സിറ്റിനെ നിയോഗിച്ചുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവി ഔദ്യോഗികമായി ഉത്തരവിറക്കിയിരിക്കുകയാണ്. IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള അതിശക്തമായൊരു പ്രത്യേക സംഘമാണ് ഈ കേസ് അന്വേഷണത്തിനായി രംഗത്തിറങ്ങുന്നത്. ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉയർന്ന ശക്തമായ പരാതികൾക്കും നിയമ പോരാട്ടങ്ങൾക്കും ഒടുവിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു പെൺപുലി പോരാട്ടത്തിന് കളമൊരുക്കിയിരിക്കുന്നത്. IG അജിത ബീഗത്തിനൊപ്പം SP സക്കറിയ മാത്യു, DYSP അജയ് നാഥ് എന്നിവരടങ്ങുന്ന ഉന്നത ഉദ്യോഗസ്ഥരാണ് ഈ പ്രത്യേക സംഘത്തിലുള്ളത്. ക്രൈംബ്രാഞ്ച് ADGPയുടെ നേരിട്ടുള്ള മേൽനോട്ടിൽ നടക്കുന്ന ഈ അന്വേഷണത്തിന്റെ പുരോഗതി റിപ്പോർട്ട് കൃത്യമായി 2 ആഴ്ച കൂടുമ്പോൾ സമർപ്പിക്കണമെന്നും DGPയുടെ ഉത്തരവിൽ കർശനമായി വ്യക്തമാക്കിയിട്ടുണ്ട്. 2 ആഴ്ച കൂടുമ്പോൾ റിപ്പോർട്ട് നൽകണമെന്ന ഈ മിന്നൽ നീക്കം കേസ് അട്ടിമറിക്കപ്പെടാതിരിക്കാനും അന്വേഷണം വേഗത്തിലാക്കാനും ഏറെ നിർണായകമാണ്. അതേസമയം ഈ കേസിൽ കുറ്റക്കാർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെടുക്കാനും അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് നീതി ഉറപ്പാക്കാനും VD സതീശൻ സർക്കാരിന്റെയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെയും ഭാഗത്തു നിന്ന് അതിശക്തമായ മിന്നൽ നീക്കങ്ങളാണ് ഉണ്ടാകുന്നത്. PSCയിലെ പിൻവാതിൽ അട്ടിമറികൾക്കും ക്രമക്കേടുകൾക്കുമെതിരെ ശക്തമായ നിലപാടാണ് ആഭ്യന്തര മന്ത്രാലയം സ്വീകരിക്കുന്നത്. നിലവിൽ PSC പരീക്ഷാ ക്രമക്കേടിൽ ഒരേ സമയം 2 വ്യത്യസ്ത അന്വേഷണങ്ങളാണ് സമാന്തരമായി പുരോഗമിക്കുന്നത്. PSCയുടെ ആഭ്യന്തര വിജിലൻസും ഒപ്പം ക്രൈംബ്രാഞ്ചുമാണ് ഈ കേസുകൾ അന്വേഷിക്കുന്നത്. സംസ്ഥാന ആസൂത്രണ ബോർഡിലെ ഉയർന്ന തസ്തികകളിലേക്കുള്ള നിയമന പരീക്ഷകളിൽ വലിയ രീതിയിലുള്ള അട്ടിമറിയും ക്രമക്കേടും നടന്ന പരാതിയിലാണ് ആദ്യം PSCയുടെ നിർദ്ദേശപ്രകാരം ആഭ്യന്തര വിജിലൻസ് അന്വേഷണം തുടങ്ങിയത്. എന്നാൽ പരാതികളുടെ ഗൗരവം കണക്കിലെടുത്ത് തൊട്ടു പിന്നാലെ മന്ത്രിസഭാ തീരുമാനപ്രകാരം ക്രൈംബ്രാഞ്ചും അന്വേഷണത്തിലേക്ക് കടക്കുകയായിരുന്നു. ആസൂത്രണ ബോർഡിലെ ചീഫ് തസ്തികകളിലേക്കുള്ള പരീക്ഷാ മൂല്യനിർണ്ണയത്തിൽ വലിയ അപാകതകൾ നടന്ന പരാതിയിൽ വിജിലൻസ് ഡയറക്ടർ നേരത്തെ തന്നെ അന്വേഷണാനുമതി തേടി കത്ത് നൽകിയിരുന്നു. ഈ സാഹചര്യത്തിൽ ആസൂത്രണ ബോർഡ് നിയമനത്തിലെ പരാതിയിൽ ഊന്നിയാകും ക്രൈംബ്രാഞ്ചിന്റെ സുപ്രധാന അന്വേഷണം നടക്കുക. ഇതിനു പുറമെ അടുത്ത കാലത്തായി PSC പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ മുഴുവൻ ആരോപണങ്ങളും ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ പരിധിയിൽ വരുന്നുണ്ട് എന്നത് വരും ദിവസങ്ങളിൽ പല ഉന്നതരെയും വെട്ടിലാക്കുന്ന കാര്യമാണ്. എന്നാൽ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കിയ ശേഷമേ ക്രൈംബ്രാഞ്ച് ഔദ്യോഗികമായി കേസ് രജിസ്റ്റർ ചെയ്യുകയുള്ളൂ. കേസിന്റെ ഭാഗമായി പരീക്ഷാ ഫയലുകൾ ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് ഉടൻ തന്നെ PSCക്ക് കത്തു നൽകും. എന്നാൽ ഈ രഹസ്യ ഫയലുകൾ വിട്ടുകൊടുക്കുന്ന കാര്യത്തിൽ PSC നിയമോപദേശം തേടാനാണ് സാധ്യത. വരാനിരിക്കുന്ന കമ്മീഷൻ യോഗത്തിൽ മാത്രമായിരിക്കും ഫയലുകൾ നൽകുന്നതിലെ അന്തിമ തീരുമാനമെടുക്കുക. നിലവിൽ തങ്ങളുടെ ആഭ്യന്തര വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ടെന്ന കാര്യം ചൂണ്ടിക്കാട്ടി ഫയലുകൾ കൈമാറുന്നത് വൈകിപ്പിക്കാനും PSC ശ്രമിച്ചേക്കാം. എന്നാൽ അന്വേഷണ സംഘം കൃത്യമായ തെളിവുകളിലേക്ക് വേഗത്തിൽ നീങ്ങുകയാണ്. ആസൂത്രണ ബോർഡിലെ നിയമനത്തിൽ ക്രമക്കേട് ആരോപിച്ച് പരാതി നൽകിയ വ്യക്തിയുടെ വിശദമായ മൊഴി കഴിഞ്ഞ ദിവസം PSC വിജിലൻസ് SPയുടെ ഓഫീസിൽ വെച്ച് രേഖപ്പെടുത്തി കഴിഞ്ഞു. പരീക്ഷാ മൂല്യനിർണ്ണയത്തിലും അഭിമുഖത്തിലും വ്യക്തമായ അട്ടിമറി നടന്നതായും സംഭവവുമായി ബന്ധപ്പെട്ട നിർണായക രേഖകൾ പലതും ആവശ്യപ്പെട്ടിട്ടും PSC ഇതുവരെ തനിക്ക് നൽകിയിട്ടില്ലെന്നുമാണ് പരാതിക്കാരൻ മൊഴി നൽകിയിട്ടുള്ളത്. IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ഫയലുകൾ പരിശോധിച്ച് ശക്തമായി മുന്നോട്ട് പോവുകയും 2 ആഴ്ച കൂടുമ്പോൾ റിപ്പോർട്ട് നൽകുകയും ചെയ്യുമ്പോൾ ഒളിച്ചിരിക്കുന്ന പല വമ്പന്മാരുടെയും മുഖംമൂടികൾ അഴിഞ്ഞു വീഴുമെന്ന് ഉറപ്പാണ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെയും കടുത്ത നിലപാടുകളും IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണവും എവിടെ ചെന്ന് അവസാനിക്കുമെന്നാണ് കേരളം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്.